ഹായ് ഫ്രണ്ട്സ്, വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു എഗ്ഗ് വെച്ചിട്ടുള്ള സ്നാക്കുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അതിനുവേണ്ടി ഞാനിവിടെ 3 മുട്ട ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത ശേഷം ഒരു പാന് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു സവാളയുടെ പകുതി കുനുകുന അരിഞ്ഞത് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ചെറുതായി ഒന്ന് വഴറ്റി കൊടുക്കുക. സവാള ചെറിയ രീതിയിൽ ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും, ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും, 2 തണ്ട് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് അതിൻ്റെ റോസ് സ്മെല്ല് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച മുട്ടയുടെ മഞ്ഞ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ഉടച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഈ മസാല നമ്മൾ കട്ട് ചെയ്ത് വെച്ച മുട്ടയുടെ വെള്ളയിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക. മുഴുവൻ മസാലയും മുഴുവൻ എഗ്ഗിലേക്കും ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിന് വേണ്ടി ഒരു മാവ് തയ്യാറാക്കണം. അതിനു വേണ്ടി ഞാനിവിടെ കടലമാവാണ് എടുത്തിട്ടുള്ളത്. ഒരു ബൗളിലേക്ക് 1 കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ചേർത്ത് ആവശ്യത്തിന് വെള്ളം കുറച്ചായി ചേർത്ത് കൊടുത്ത് ഒട്ടും കട്ടകളില്ലാതെ നല്ലോണം മിക്സ് ചെയ്ത് ഒരു തിക്ക് ബാറ്ററാക്കി എടുക്കുക. ഇനി ഒരു ഇരുമ്പ് ചട്ടിയിൽ ഓയിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഓയിലൊന്ന് നല്ലോണം ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ മസാല നിറച്ച് വെച്ചിട്ടുള്ള എഗ്ഗ് ബാറ്ററിലേക്ക് മുക്കി ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. എഗ്ഗെല്ലാം ഓയിലിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഫ്ലെയിം ഒരിക്കലും കൂട്ടി വെക്കരുത്, കാരണം ഇത് മുട്ടയാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, പൊട്ടിത്തെറിക്കാൻ ചാൻസ് കൂടുതലാണ്. ഇനി ഒരു വശം ബ്രൗൺ കളർ ആയതിനു ശേഷം മറുവശം കൂടി മറിച്ചിട്ട് കൊടുത്ത് ഒന്ന് ബ്രൗൺ കളർ ആയതിനു ശേഷം നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ മുട്ട വെച്ചിട്ട് സ്നാക്ക് ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഒന്ന് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ. വെറൈറ്റി റെസിപ്പികൾക്കായി നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.